പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ മക്കളെ കർത്താവിനെ പരമേൽപ്പിച്ച് നമ്മൾ കർത്താവിന്റെ കരുണയ്ക്കായി യാചിക്കുമ്പോൾ, ഇന്ന് ഈ നൊവേനയുടെ 6-ാം ദിവസത്തില് കർത്താവിന്റെ ശക്തമായ ഇടപെടല് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മനസ്സ് അനുസരിച്ചല്ല. ഈശോയുടെ മനസ്സെന്താണ്? ഈശോയിൽ നമ്മെ ഐക്യപ്പെടുത്തുക, ഈശോയിൽ ഒന്നാക്കി തീർക്കുക, നമ്മൾ ഈശോയിൽ നിന്ന് വളരുക. അതാണ് ഇന്നലെ അച്ഛൻ പറഞ്ഞ്, മക്കൾക്ക് വേണ്ടി നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വലിയ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കാതെ കാതലായ അടിസ്ഥാനപരമായ കർത്താവിന്റെ മനസ്സും നമ്മൾ വളരാനും ഫലം പുറപ്പെടുവിക്കാനും രക്ഷപ്പെടാനും വേണ്ട ഏറ്റവും വലിയ കാര്യമാണ് എന്താണ്? ഈശോ. ആ ഈശോയെ കിട്ടാനും ഈശോയിൽ ഐക്യപ്പെടാനും ഈശോയിൽ വളരാനും വേണ്ട അഭിഷേകം, കൃപ, അതാണ് വലിയ കരുണ. ആ കരുണയിലേക്കാണ് ഈശോ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഫൗസ്റ്റീന ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് തന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കും? ഈശോയെ, ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് സംരക്ഷണം നൽകണമേ. ഏറ്റവും സുരക്ഷിതമായ സംരക്ഷണത്തിനിടമാണ് എവിടെ? ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ള്. ഈശോയ്ക്ക് ഭയങ്കര ആഗ്രഹം, ഭയങ്കര ഇഷ്ടം ആ ഒരു പ്രാർത്ഥന. ഈശോയുടെ ഹൃദയത്തോട് ഐക്യപ്പെട്ട് ആ ഹൃദയത്തിൽ വസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോ ഈശോ അതുപോലെ സന്തോഷിക്കുന്നുണ്ട്. മക്കളെ, ഈശോ ഭൂമിയിലേക്ക് വന്നത് അതിനു വേണ്ടിയാണ്. തന്നെ തരാൻ ചങ്കുകുത്തി പിളർന്ന് തന്റെ ഹൃദയം തുറന്ന് പിടിച്ച് ഒരിക്കലും അടയാത്ത വാതിൽ ആക്കി മാറ്റി ആ ഹൃദയവാതിൽ തുറന്ന് ദിവ്യ കാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുമ്പോ ആ ഹൃദയത്തിൽ വസിക്കാനുള്ള ആഗ്രഹത്തോടെ കടന്നു വന്ന് ആ ഹൃദയത്തിലേക്ക് നമ്മുടെ മക്കളെ ഒന്ന് സമർപ്പിച്ചാണ്ടല്ലോ, കർത്താവ് നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബത്തെ അതിശക്തമായ സംരക്ഷണത്തില് അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊച്ചുമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി മാറ്റി. എന്നിട്ട് ഈശോയുടെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് വന്നിട്ട് ഈശോയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തോടെ ആ ഹൃദയം തുറന്നിരിക്കുന്ന ആ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോയുടെ ഹൃദയത്തിനുള്ളില് ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ സംരക്ഷണം. നമ്മുടെ മക്കളെ അവിടെ നിന്ന് ആരും പിടിച്ചുകൊണ്ട് പോവില്ല. ഒരു പിശാചോ, ഒരു പൈശാചിക പ്രലോഭനങ്ങളോ, ഒരു ലഹരിയോ, ഒരു മൊബൈലോ, ഒരു കൂട്ടുകെട്ടോ, ഒരു ലവ് ജിഹാദോ, ഒരു പൈശാചിക ശക്തിയും ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ മക്കളെ പിടിച്ചുകൊണ്ട് പോകത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാട്ട് അച്ഛൻ ചെയ്തിട്ടുണ്ട്. ആ പാട്ട് ഇന്ന് യൂട്യൂബ് ചാനലില് നമ്മൾ അപ്ലോഡ് ചെയ്യും. ആ പാട്ട് ഇങ്ങനെയാണ്: ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാം സംരക്ഷണം യേശുവേ എനിക്കേകണമേ, യേശുവേ മക്കൾക്കേകണമേ. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ വീട്, ബിസിനസ്, ജോലി, പഠനം, എന്തിനും ഏതിനും ഉറപ്പുള്ള സംരക്ഷണമാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ള്. ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ കർത്താവ് നമ്മളെ പൊതിഞ്ഞു പിടിക്കും. അതുകൊണ്ട് മക്കളെ, ഈ കരുണ സ്വന്തമാക്കാൻ വേണ്ടി നമുക്കിന്ന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ 6-ാം ദിനത്തിലെ നൊവേനയിലും അതോടൊപ്പം തന്നെ ദിവ്യഗാന സന്നദ്ധിയില് സമർപ്പിച്ചുകൊണ്ട് ഈ വലിയ സംരക്ഷണം ഉറപ്പിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഈശോയുടെ ഹൃദയം അറിഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ സംരക്ഷണം അതിൽ തന്നെ എല്ലാം നൽകി അനുഗ്രഹിക്കും. അവിടെ നിന്നാണല്ലോ നമ്മുടെ മക്കൾ പഠിക്കും, ജീവിക്കും, വളരും. വിശുദ്ധിയില്, പഠനത്തില്, ജോലിയില്, ബിസിനസ്സില്, എല്ലാ കാര്യങ്ങളും കർത്താവ് ഒരുക്കി കൊടുക്കും. നമ്മെ സ്നേഹിക്കുന്ന, നമുക്കെല്ലാം നൽകാൻ ആഗ്രഹിക്കുന്ന കർത്താവല്ലേ നമ്മുടെ കർത്താവ്. കർത്താവിന് വേണ്ടി കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിലേക്ക് വരിക. വേറൊന്നിനു വേണ്ടി വേണ്ട,
കർത്താവിന് വേണ്ടി വന്നാൽ കർത്താവ് വേണ്ടത് തരും. പക്ഷെ നമ്മ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വലിയ ആത്മീയത മനസ്സിലാക്കും മക്കളെ. ദൈവം അനുഗ്രഹിക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയോട് ചേർന്നിരിക്കുവാനും അങ്ങയിൽ വസിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ ഭാഗ്യം എത്രയോ വലുതാണ് കർത്താവേ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ, അങ്ങയിൽ വളരുവാൻ, അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് ജീവിക്കുവാൻ, അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയിൽ നിന്ന് ആ സമൃദ്ധി സ്വന്തമാക്കി ജീവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങളെ മാടി വിളിച്ചുകൊണ്ട് ഈ കരുണയുടെ തിരുനാൾ ദിനങ്ങളില് ആ വലിയ കരുണ ചൊരിയുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക്, കാരുണ്യത്തിലേക്ക്, ആ തുറന്നിട്ടിരിക്കുന്ന ഹൃദയത്തിലേക്ക്, ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ലോകം മുഴുവനെ സമർപ്പിക്കുന്നു. ഈ നോവേനയുടെ 6-ാം ദിനത്തില് ഒരു തമ്പുരാനെ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിന്റെ ഹൃദയത്തിനുള്ളിലെ സംരക്ഷണത്തിലായിരിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. അങ്ങയെ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവന ഈശോ. അതെ കർത്താവേ, ഞങ്ങളുടെ ജീവനാണ് അവിടുന്ന്. അങ്ങേ തിരുമുറിവുകളില് ഞങ്ങളെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തില് ഞങ്ങളെ ഇരുത്തണമേ. ആ ഹൃദയത്തിന്റെ വലിയ സംരക്ഷണത്തില്, സമാധാനത്തില്, സ്വസ്ഥതയില് ഞങ്ങളുടെ മക്കൾ ആയിരിക്കട്ടെ. സംതൃപ്തിയിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ശാന്തതയിലും സമാധാനത്തിലും ഞങ്ങളുടെ മക്കൾ ആ തിരുഹൃദയത്തിന്റെ സംരക്ഷണത്തില് ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങേ തിരുഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ 6-ാം ദിനത്തിലെ പ്രാർത്ഥനയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 6-ാം ദിവസം എളിമയും ശാന്തതയുമുള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ ഇന്ന് എന്റെ സമീപെ കൊണ്ടുവരിക. അവരെ എന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. എന്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂപ്യമുള്ളവരാണിവർ. എന്റെ ക്ലേശങ്ങളിൽ എന്നെ ശക്തിപ്പെടുത്തിയത് അവരാണ്. എന്റെ അൾത്താരകളിൽ ശ്രദ്ധാപൂർവം ശുശ്രൂഷിക്കുന്ന ഭൂമിയിലെ മാലാഖമാരായി ഞാൻ അവരെ കണ്ടു. പ്രസാദവരങ്ങളുടെ സർവസമ്പത്തും ഞാൻ അവരുടെ മേൽ വർഷിക്കും. എളിമ നിറഞ്ഞ സ്നേഹം മാത്രമാണ് എന്റെ പ്രസാദവരങ്ങൾ സ്വീകരിക്കുവാൻ യോഗ്യമായിട്ടുള്ളത്. എന്റെ ഉറപ്പ് അവരിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു. നമ്മൾ കൊച്ചുമക്കളെയും എളിമയും ശാന്തതയുമുള്ള എല്ലാ മക്കളെയും കർത്താവിന്റെ മനസ്സറിഞ്ഞ് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോ ചൊരിയുന്ന കൃപകൾ, പ്രസാദവരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കള് ആ വലിയ അഭിഷേകത്തിലും പ്രസാദവരത്തിന്റെ സർവസമ്പത്തിലും നിറയപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കളെയും എളിമയും ശാന്തതയും നമ്മുടെ എല്ലാ മക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, ശാന്തശീലനും വിനീത ഹൃദയനുമാകിയ എന്നിൽ നിന്ന് പഠിക്കുമെന്ന് അങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വിനീത ഹൃദയരുടെയും ശിശുക്കളുടെയും ആത്മാക്കളെ അങ്ങയുടെ കാരുണാനിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ. സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈ ആത്മാക്കളാണ്. ദൈവിക സിംഹാസനത്തിന് മുമ്പാകെ സുഖസുഗന്ധം പരത്തുന്ന പൂച്ചെണ്ടുകളാണവർ. അവയുടെ മധുര സുഗന്ധമേറ്റ്
ദൈവം തന്നെ സന്തോഷിക്കുന്നു. ഈശോയുടെ കനിവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗേഹമാണ്. സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു മധുര ഗാനം അവരെപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിത്യനായ പിതാവേ, കനിവിനുറവയായ ഈശോയുടെ ഹൃദയത്തിൽ മറിഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയുള്ളവരുടെയും ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയുള്ള ദൃഷ്ടികൾ പതിക്കണമേ. അങ്ങേ പുത്രന്റെ ഏറ്റവും അടുത്ത പ്രതിച്ഛായകളാണവർ. ഭൂമിയിൽ നിന്നുയരുന്ന അവരുടെ സുഗന്ധം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു. കരുണയുടെ പിതാവേ, സർവ്വനന്മകളുടെയും ഉറവിടമേ, ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങേക്ക് ഇവരിലുള്ള പ്രസാദത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു. ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങനെ എല്ലാ ആത്മാക്കളും ഒരുമിച്ച് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടി പുകഴ്ത്തുവാൻ ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന്റെ വലിയ കരുണക്കടലിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് എളിമയുള്ള ശാന്തതയുള്ള കൊച്ചുകുട്ടികളുടെ മനസ്സോടെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നമ്മുടെ മക്കൾക്ക് ഇടയാകട്ടെ, നമുക്കും ഇടയാകട്ടെ. ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയ്ക്കായി ഈ ലുത്തിനിയായിലൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകവിമോചക, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, എല്ലാവരും ചേർന്ന് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അളവില്ലാത്ത രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അമാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്നും ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നും ഒഴുകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായ അമല മനോഹരിയായ പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദിസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും
സഹിക്കുന്നവരുടെയും ആരോഗ്യമാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വർദ്ധിത ഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവ്യ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണ ഞാനെന്നും പാടി പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ പറ്റാത്തതുമാണല്ലോ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ്സു തന്നെയായ കാരുണ്യത്തിന് ഞങ്ങളെ വിധേയരാകട്ടെ. കാരുണ്യത്തിന് രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഈശോയുടെ ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാം സംരക്ഷണം യേശുവേ ഞങ്ങൾ കേൾക്കണമേ. ദിവ്യാന സന്നദ്ധിയില് ഈ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ മക്കളെ. മറക്കാതെ കാണാപ്പാഠം പഠിച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില് എൻ്റെ മക്കൾക്ക് സംരക്ഷണം നൽകണമേ. മക്കൾ എവിടെയും ആകട്ടെ, എങ്ങനെയും ആകട്ടെ, ഈ സംരക്ഷണം ചോദിച്ചു വാങ്ങിച്ച് കൊടുക്കുക. കർത്താവിൻ്റെ ഹൃദയത്തിനുള്ളിൽ നമ്മുടെ മക്കൾ ഏറെ സുരക്ഷിതരാണ്. ഈ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥനകൾ നിയോഗങ്ങളെല്ലാം പരമേൽപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട മക്കളെ നിശബ്ദമായ ഒരു നിമിഷം ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കോട്ടയിനുള്ളിൽ എന്ന പോലെ അങ്ങേ തിരുഹൃദയത്തിനുള്ളില്
എനിക്കും എൻ്റെ മക്കൾക്കും കുടുംബത്തിനും സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില് ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണം നൽകണമേ ഈശോയേ. കോട്ട കെട്ടി വേലിക്കെട്ടിനുള്ളിൽ തൻ്റെ മക്കൾക്ക് സംരക്ഷണം നൽകുന്ന ദൈവസ്നേഹം. ശക്തവും സുരക്ഷിതവുമായ കോട്ട ഈശോയുടെ തിരുഹൃദയമാണെന്ന് തിരിച്ചറിഞ്ഞ കരുണയുടെ പ്രവാചികയായ വിശുദ്ധ ഫൗസ്റ്റീന ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ അങ്ങയുടെ മുറിവേറ്റ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് സംരക്ഷണം നൽകണമേ. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും നമുക്കുള്ള സകലതിനെയും ലോകം മുഴുവനെയും ആ സംരക്ഷണത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം.